നല്ല മസലുകൾ. ഈ ജിംനി ക്ഷേത്രത്തിൽ സ്ഥിരമായി പോകാറുണ്ടോ? അങ്ങടെ അമർത്തി തടകണ്ട രാജാക്കണ്ണേ, നീ ഞങ്ങളുടെ അടിമയല്ലേ? ഇത് കഴിഞ്ഞിട്ട് പറയുകയാണല്ലോ. ഇനി മുതൽ ഇവന്റെ പേര് രാജാക്കണ്ണൻ എന്നല്ല, അടിമക്കണ്ണൻ എന്നാണ്. എടാ അടിമക്കണ്ണൻ, നീ എങ്ങനെയാടാ ഇവിടെ എത്തിയത്? അതൊരു ദുരന്ത ലവ് സ്റ്റോറിയാണ്. ലവ് സ്റ്റോറിയാ? അതെ, എനിക്കൊരു അമ്മാവന്റെ മകളുണ്ടായിരുന്നു, എൻ്റെ മുറപ്പെണ്ണ് മഹാലക്ഷ്മി. എനിക്ക് ഈ വിശപ്പിന്റെ അസുഖമുള്ള ആളാണേ. ഒരു ദിവസം അമ്മാവന്റെ വീട്ടിൽ ചെന്ന എനിക്ക് ഇച്ചിരി മീൻ കൂട്ടി ചോറിനൊന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയതാ മഹാലക്ഷ്മി ഒരു തമിഴിലോരിടിച്ച് മരിച്ച്. എന്നിട്ട് എന്ത് ചെയ്യാൻ? അമ്മാവന്റെ വീട്ടിൽ കുറച്ച് ഉണക്കമീൻ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ചോറിന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. പക്ഷെ മഹാലക്ഷ്മിയുടെ മരണത്തോടു കൂടി അമ്മാവൻ തളർന്ന് കിടപ്പിലായി. അതോടെ ആ കുടുംബത്തിന്റെ ചുമതല മുഴുവൻ എന്റെ ഈ തോളിലായി. അതെനിക്കിഷ്ടമില്ല. അന്ന് രാത്രി അമ്മാവന്റെ പെട്ടിലെ കാശടിച്ച് ഞാൻ സ്ഥലം വിട്ടു. ഞാൻ ഇത് തെറ്റാണോ? എന്തോ എങ്ങനെയാ നമ്മുടെ തേവാത്തി? എങ്ങനെ ചുമ്മാതെ അറിയാൻ വേണ്ടി ചോദിച്ചാണ്. തേവാര മകളെ കാണാനൊക്കെ നല്ല ഭംഗിയാണ്, പക്ഷെ അവളുടെ കയ്യിലൊരു വൃത്തികെട്ട സ്വഭാവം ഉണ്ട്. വൃത്തികെട്ട സ്വഭാവം? ആരെങ്കിലും അവളെ കുളിക്കോർത്ത് കുളിഞ്ഞു നോക്കിയാ മൊഹടിച്ച് പൊട്ടിക്കൊന്നേ. ഒരു ദിവസം എനിക്ക് ഇട്ടിട്ട് കിണ്ണിട്ടേ എന്റെ മറുക തെറിച്ചു പോയതാണ്. ഇത് ഞാൻ ഒരു ഉണക്ക മുന്തിരി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കണേണ്. എന്നൊരു കാര്യം ചെയ്യും, ഇപ്പുറത്തൊരു കശുവണ്ടി പരിപ്പ് കൂടി മേടിച്ച് ഒട്ടിച്ചു നോക്ക്. അതൊക്കെ ഭയങ്കര ബോറായിരിക്കും. അതെടുത്ത് മാറ്റടാ. ഉണക്കമുന്തിരി കളയാൻ അപ്പൻ്റെ അടുത്ത് ഞാൻ കൊടുത്തയച്ച വീടിന്റെ ഡോക്യുമെന്ററി കിട്ടിയല്ലേ? നിങ്ങളോടൊക്കെ എങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന്. താങ്ക് യു ഒക്കെ പറയേണ്ട അന്യരോടല്ലേ? നിങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കാനാ ഞാൻ ഈ പാടൊക്കെ കഴിച്ചത് തന്നെ. ഒന്ന് ചിരിച്ചേ, ചിരിക്കുന്നേ മതി. എന്നും കുട്ടിയുടെ മുഖത്ത് ഇമ്ലേച്ചത കണ്ടാ മതി. ഇനി ആരെയാ തല്ലേണ്ടത്? അയ്യോ, അത് അവനൊരു കയ്യബദ്ധം പറ്റിയതാണ്, മാപ്പാക്കണം. ഇതങ്ങനെ മാപ്പ് പറഞ്ഞ തീരുന്ന പ്രശ്നമല്ലല്ലോ. പിന്നെ ശരിക്കും മാപ്പ് പറയേണ്ട ആള് ദേ ഒലക്ക വിഴുങ്ങിയ പോലെ നിൽക്കുകയും ചെയ്യുന്നു. ഒലക്കയിലെ കാലത്തെ ഒരു കുട്ടി പുട്ടാണ് വിഴുങ്ങിയത്. വേണ്ട. മലയാളത്തിൽ 2 പേര് പറഞ്ഞിട്ട് ഒരുപാട് നാളായി. എന്തടാ പറ്റികളെ, തെണ്ടുകളെ, ഊളന്മാരെ, എന്തടാ നിന്റെ കണ്ണാക്കിൽ പിന്നാക്ക് തള്ളിക്കയറ്റി വെച്ചേക്കാരാ? നിനക്കൊക്കെ അറിയോ, പണ്ട് കൊല്ലും കൊലയുള്ള തറവാട്ടിലെ അവസാനത്തെ കന്നിയായിരുന്നു ഞാൻ. ഇപ്പൊ കൊല്ലില്ലാന്ന് മാത്രമുള്ളൂ, ബാക്കി എല്ലാം ഉണ്ട്. പാരമ്പര്യമായിട്ട് ഗുണ്ടകളുള്ള തറവാടായിരുന്നു എന്റേത്. എന്റെ അച്ഛൻ ഗുണ്ട, എന്റെ അമ്മാവൻ ഗുണ്ട. നിനക്കറിയോ, എന്തിനേറെ പറയുന്നു, എന്റെ ഭാര്യ പോലും ആ നാട്ടിലെ ഏറ്റവും വലിയ ഗുണ്ടിയായിരുന്നു. ആ ഗുണ്ടി അയ്യോ, ഒന്നും പരിചയപ്പെടേണ്ടതായിരുന്നു ആ ഗുണ്ടിയെ. വേണ്ട, இந்த അമ്മ പൂങ്കാവനം പറഞ്ഞതുകൊണ്ട് മാത്രമാ തേവലയ്യാവോട് ഞങ്ങളൊന്നും പറയാതിരുന്നത്. இந்த അരുമയാണ് മുഖത്ത് ആരോ ഒരുവൻ അടിച്ചെന്നറിഞ്ഞാൽ ഇങ്ങനെ നിലഞ്ഞു നിൽക്കാൻ ഈ പൂമുഖത്ത് നിങ്ങൾ ആരും ഉണ്ടാവില്ല. കേട്ടല്ല കച്ചറ മലയാളിസേ. ഇതാണ് പറയുന്നത്, കല്യാണം കഴിച്ച പെൺപിള്ളേര് നെറ്റിയിലെ ഹൈവേയില് കൊങ്കുമം കൊണ്ട് റിഫ്ലക്ടർ ഒന്ന്, അതാവുമ്പോ ലൈറ്റ് അടിക്കുമ്പോ സൈറ്റ് അടിക്കുമ്പോ നേർവഴി കാണായിരുന്നു. ഇനി തേവര് സിഗരറ്റ് അടിക്കാതെ ആ പെണ്ണിന് ജീവിതം ഉണ്ടോ? ചെമ്മീനിലെ സത്യന് ശീലമാകണമെന്നായിരുന്നു എന്റെ മോഹം. എല്ലാവരും കൂടി എന്നെ പരീക്കുട്ടിയാക്കി കളഞ്ഞിട്ടാ. സംഘടിക്കരുത് ചേട്ടൻ, സംഘടിച്ച് ഞാനും സംഘടിക്കും. പരീക്കുട്ടിയെ നല്ലത്. പരീക്കുട്ടി ആവുമ്പോ അവസാനം ചാവുമെങ്കിലും കരക്കടിയും. സത്യനെ കൊമ്പസ്രാവ് ഉണ്ടാവൂലേ? ജോസ് എന്താടാ ഇത്? ചെമ്പങ്കുഞ്ഞെത്തി അടിച്ചിന്റെ കരണക്കളിയാൻ തകർക്കും. അപ്പന് വാങ്ങാൻ പറഞ്ഞ ബ്രാഡി കുടിച്ചു വന്നിരിക്കണം മദ്യപാനി. അപ്പനുള്ള കോപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതെല്ലാത്തിന് നിന്റെ അപ്പനെ കടലൊഴിക്കാനാ? നിങ്ങൾക്കൊന്നും അറിയില്ല, എന്റെ നെഞ്ചിപ്പൊ കുത്തിപ്പൊളിച്ച അലമാര പോലെ. പണിക്കറിനെ വിളിച്ചു പോയ മോനെ ഞാൻ കൊല്ലും, എന്നിട്ട് കുടിച്ചു കുടിച്ച് ചങ്ക് പിടി ഞാൻ ചാവും. ഇങ്ങനെ പോയാൽ നീ എന്റെ കൈ കൊണ്ടേ ചാകത്തുള്ളൂ. ഇന്നത്തോടെ എന്റെ മോൻ കുടി നിർത്തിയില്ലെങ്കിൽ ഇങ്ങനൊരു മോനെ പെറ്റിട്ടില്ല എന്ന് ഞാൻ വിചാരിക്കും. എന്നാ ഒരു കാര്യം പറയട്ടെ, ഇന്നത്തോടെ മോൻ കൂടി നിർത്തി. പക്ഷെ ഇന്നു മുതൽ ഞാനാ അപ്പൻ. അപ്പൻ എന്റെ മോനും. മോനെ എടാ ശിവ, ഒന്നിങ്ങോട്ട് വന്നേ, അല്ലെങ്കിൽ ഇവനെന്നെ മോനാന്ന് പറഞ്ഞ് പിടിച്ച് കാലിരുത്തി മുള്ളിക്കും. കുട്ട എന്ത് ചെയ്ത് പ്രായമുള്ളവരെ കാലിരുത്തി മുള്ളിക്കാമോ? കാലിന് രോഗം വരില്ലേ? കാലിഫോർണിയ. എന്താടാ ഒരു പുതിയ അഭ്യാസം? നിരാശാകാമുകന്റെ വേഷം കെട്ടി വെള്ളമൊടിച്ച് നടന്നാലുണ്ടല്ല ചവിട്ടി ഊരമുറിച്ചുകളെ ഞാൻ. എടാ ഇത്രയും കാലം ജീവിച്ചൊരു പെണ്ണില്ല അതില്. നീ അങ്ങോട്ട് ജീവിക്കാൻ ഒരു പെണ്ണ് വേണ്ട. വളർന്ന് ആകാശം മുട്ടിയപ്പോഴാണ് അവൻ്റെ ഒരു പെണ്ണന്വേഷണം. പോടാ, പോയി കിടന്നുറങ്ങ. എടാ പോയി കിടന്നുറങ്ങ. പാവം, അവൻ ഒരുപാട് ആഗ്രഹിച്ചല്ലേ. നല്ല വിഷമം കാണും അവന്.
തേവരുടെ മോളുടെ കല്യാണം കഴിഞ്ഞ ചിലപ്പോ തേവര് കഴിഞ്ഞതൊക്കെ മറക്കും. അല്ലാത്തടത്തോളം കാലം ഒന്നിനും സമ്മതിക്കൂല. ഇങ്ങോട്ട് ഇങ്ങോട്ട് ഓ തമിഴാണല്ലേ. ഇങ്ങാട് തനിക്കെന്താ ചെവി കേട്ടൂടെ? എനിക്ക് ചെവി കേട്ട് എന്ത് കാര്യം? ഈ പോത്തിന് മനസ്സിലാകണ്ടേ? അല്ലേലും ചില പോത്തുകൾ അങ്ങനെയാണ്, മറ്റുള്ളവരുടെ ജീവിതവും വഴിയും മുടക്കി അങ്ങനെ നിൽക്കും. ഇപ്പൊ പാറുവിന്റെ കാര്യം തന്നെ എടുക്കും. പണ്ടെങ്ങാണ്ടൊരു കല്യാണം മുടങ്ങിപ്പോയെന്ന് പറഞ്ഞ് ഇപ്പൊ കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ് നിൽക്കുകയല്ലേ. ഇപ്പോഴും നല്ല പ്രായത്തിൽ തന്നെയാണ്. നമുക്കിവിടെ ഇനി ആലോചിക്കാൻ കേട്ടാ. ഈ തിരുപ്പതി മൂപ്പനാരെന്ന് കേട്ടണ്ട, നമ്മുടെ തേവാരകളൊക്കെ വലിയ പുള്ളിയാ. അയ്യാക്കൊരു മകനുണ്ട്, ഒരു 6 അടി പൊക്കത്തൊരു പീസ്. ഇൻട്രസ്റ്റ് ഉണ്ടേ പറ, നമുക്ക് ആലോചിക്കും. എന്നെ കല്യാണം കഴിപ്പിക്കാൻ ഇയാൾക്കെന്താ അത്ര നിർബന്ധം? അയ്യോ, നീ പെറ്റ് കിടക്കണ കാണാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല. നീ ഇങ്ങനെ നിൽക്കണ കാരണം ഒരുത്തി ജീവിതം മുട്ടി നിൽക്കുകയാണ്. അവിടെ കഴുത്തി താലി കിട്ടിയാ കെട്ടിയവനെ തേവര് തട്ടുവന്നു. എങ്കിൽ അതൊന്നും കാണണമല്ല. എന്റെ കൂട്ടുകാരൻ അവളെ കെട്ടാൻ പോയാണ്. അതങ്ങനെ എളുപ്പത്തിൽ നടക്കൂന്ന് കരുതണ്ട. ഒരിക്കൽ താലി കെട്ടിയവൻ ജീവിച്ചിരിക്കുമ്പോ അവൻ രേഖാമൂലം ബന്ധം വേർപെടുത്താതെ മറ്റൊരാളെങ്ങനെയാ അവളുടെ കഴുത്തി താലി കെട്ടുന്നത്? തേവാര് താലി കഴിക്കാൻ പറഞ്ഞപ്പോ അഴിച്ച കൊഞ്ഞാണല്ലേ അവൻ. ആ ബന്ധം അതോട് തീർന്നു. പിന്നെ എന്ത് രേഖ? അല്ല പിന്നെ പാറുവിന് നിർബന്ധമാണെങ്കിൽ അത് ഒപ്പിക്കാം. അവന്റെ 7ാം വാരി നോക്കി ഒരു 4 വെടിവഴിപാട് കഴിച്ച ചുമന്ന കളറുള്ള രേഖ തന്നെ ഒഴുകി വരും. പാറു വണ്ടി വിട്. എന്ത് കാണാൻ നിൽക്കടാ പോത്തുകളെ, പോ. உள்ள போடி அசிங்கமே. சீக்கிரம் போடு. இங்க வா. அப்பாவை தொந்தரவு பண்ணாதே. അകത്ത് വെച്ച് പുറത്ത്. നീ എന്തിനടാ ഈ കതിനാ വെടി കെട്ടിച്ചിരിക്കണം? ഞാൻ എന്റെ അച്ഛനെ കുറിച്ച് ഓർത്ത് ചിരിച്ചതാ. അച്ഛനൊരു വെടിക്കെട്ട അപകടത്തിലാ മരിച്ചത്. എന്താ ചെയ്യാ, അച്ഛൻ്റെ ഒരു കാര്യം. സാറേ, സാറാണാ സാറേ ഗുണശേഖരൻ സാറ്? അയ്യോ, ഗുണശേഖരനല്ല, ഗുണശേഖരൻ. കുമാര സംഭവത്തിന്റെ ഗു. ഓ, കുമാരന്റെ മുമ്പിലുള്ള ഗു. കുമാരന്റെ പിന്നിലല്ലേ ഗു? ഓ, നമ്മൾ തമ്മിൽ എന്തിനാ തർക്കം? നമുക്ക് സാറിനോട് നേരിട്ട് ചോദിക്കാമല്ല. സാറിന്റെ മുമ്പിലാണോ ഗു, പിമ്പിലാണോ ഗു? നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ശരിയാ, നമ്മളിവിടെ ഗു അന്വേഷിച്ച് വന്നല്ലോ സാറേ. സാറിനൊരു ഗുണമുള്ള കാര്യം ചെയ്യാൻ വന്നതാ. ചില്ലറ വല്ലതും തടയുന്ന ഏർപ്പാടാണോ? ചില്ലറേക്കണ്ട സാറേ, കാര്യമായിട്ട് തന്നെ വന്നേക്കാം. കേട്ടുണ്ടോ? എന്താ കാര്യം? അതിപ്പോ ഇവരാരും അറിയണ്ട. അറിഞ്ഞാ അവർക്കും കൂടെ കൊടുക്കേണ്ടി വരും. സാർ വാ. പന്നി മലർത്തുകയായിരിക്കും. അതെ. ഏതായാലും കളി മുടക്കണ്ട. 150 അകത്ത്. ഇതെന്താ ഇത്? ഗ്ലാസ് മാറ്റി വെച്ചതാ. ഞാൻ സാറിനെ കുറെ ദിവസമായിട്ട് അന്വേഷിച്ച് നടക്കാണ്. ഇപ്പഴാണ് ഒത്തു കിട്ടിയത്. വാ. ഗുണശേഖരന് കിട്ടേണ്ടതാ. ഗുണശേഖരന് കിട്ടുന്നുണ്ടല്ലോ. എന്തോ ആരും വിളിച്ചില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും. പോട്ടെ. പണിക്കര മകളെ വേറെ ആരും കല്യാണം കഴിക്കുന്നതിൽ യാതൊരു എതിർപ്പില്ലാന്ന് മറ്റേ ചെറുക്കൻ എഴുതി തന്ന കടലാസായിരുന്നു. ഇതില് വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടല്ല. ഇനി ആ പെങ്കൊച്ചന്റെ കല്യാണത്തിനൊന്നും മറ്റവനെ എഴുന്നള്ളിച്ചോണ്ട് വരാതിരിക്കാൻ വേണ്ടിയാ. ഇനി പണിക്കര മോളെ കല്യാണം കഴിക്കാൻ പോണത് എന്റെ സത്യനാ. എന്റെ കൂടെയുള്ള മറ്റവൻ താടി. ഇനി പഴയതുപോലെ അത് മുടക്കാനോ താറുടിപ്പിക്കാനോ അങ്ങോട്ട് വന്ന വരുന്നവനെ എല്ലാത്തിനെയും വെട്ടുറുക്കി കഷണങ്ങളാക്കി സാമ്പാർ വെച്ച് ഇലയിൽ വിളമ്പും ഞാൻ. സേമിയ പായസോട്ടി വിള. സുലാൻ വട. നീ എന്താടാ ചാണാൻ ചവിട്ടിയ പോലെ നടക്കണത്? ഇങ്ങനത്തെ ഡയലോഗ് പറഞ്ഞാലേ ഇതുപോലെ നടക്കണം. ലൂസ് മോഷൻ. മര്യാദ കിടക്കണം. ഇതുപോലെ നടന്നാ മതിയാ. സമാനമായി ഇപ്പൊ ഞാൻ ഈ നാട്ടില് വന്ന പിന്നെ ഇതുപോലൊരു വിളവെടുപ്പ് ഇത് ആദ്യ. തൊമ്മച്ചനെയും മക്കളെയും ഈ മണ്ണിലേതായാലും ശരിക്കും ഇഷ്ടായിട്ടുണ്ട്. ഏത് മണ്ണിനും തൊമ്മനെ ഇഷ്ടമാണ്. എന്നും വെള്ളമടിച്ച് മണ്ണി കിടപ്പാണല്ലോ. അതേടാ, തൊമ്മം വെള്ളമടിച്ചും മണ്ണി കിടക്കും. പക്ഷെ ആ ലെവലിൽ തൊമ്മം താഴെ പോയിട്ടുണ്ടോ? അതാണ് തൊമ്മന്റെ കൺട്രോളിങ്സ്. പോയ കാര്യം എന്തായി? എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് തീർത്തിട്ടാ വന്നത്. ഇനി ഒരു മുഹൂർത്തം കുറിക്കേണ്ട കാര്യമുള്ളൂ. അല്ല, നമ്മുടെ അവശകാമുകനോടെ പോയി. ഈ സന്തോഷ വാർത്ത അവനൊന്ന് അറിയിക്കണമല്ല. അവനെ ആടിനെ തിരിക്കാൻ പോയിരിക്കുക. ആ സംഭവത്തിന് ശേഷം സത്യേട്ടൻ രമണനായി മാറിയിരിക്കുക. കയ്യിൽ ഫ്രൂട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. രാവിലെ ആടിനെ തീറ്റിക്കാൻ പോയാൽ വൈകുന്നേരം ആവുമ്പോൾ ആടി തീറ്റി വരും. അല്ല, ആ ശിവേട്ടൻ പണ്ടറ ബുദ്ധിക്കാരനല്ലേ? ഞാൻ ചോദ്യം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഈ മനുഷ്യന്മാരൊക്കെ ജനിക്കുന്നതിന് മുമ്പ് ഈ ആടിനെ തീറ്റിച്ചിരുന്നത് ആരാണ്? അത് ഉത്തരം പറ.
അത് ആ പറങ്ങട്. നീ ഇപ്പൊ ചോദിച്ചതേ ആ. ഒരു ആദ്യം ഊള ആൻസറാ. ഛേ, ഞാനത് ചോദിക്കരുതായിരുന്നു. ദാ, പന്നി. സത്യേട്ടാ, ദാ, സത്യേട്ടാ, ഒന്നുമില്ല. ശിവേട്ടാ, അവനെ വിടരുത്. നീ ഇവനൊന്ന് ആശുപത്രി സത്യേട്ടാ, നിന്റെ കല്യാണം നടക്കാത്തത് കൊണ്ടല്ലേ നിന്റെ അപ്പൻ തേവാരുടെ കലി അടങ്ങാത്തത്. അയാൾക്കടെ എല്ലാ കലി ഇതോടുകൂടെ അടങ്ങും. എന്താണ് നോക്കിക്കണത്? വായിക്കണ കെട്ടിമേളം. വണ്ടി എടുത്ത് മാറ്റാം. വേണ്ട, അയാളെ ഒന്നും ചെയ്യണ്ട. ഒന്നും ചെയ്യണ്ടെന്നോ? നിന്നെ ബലമായി പിടിച്ചു നിർത്തി താലിയിട്ട് ഇവനെ പിന്നെ ജീവനോടെ വെച്ചേക്കണോ? എന്റെ പൊന്നുപുള്ളിയെ ബലമായിട്ടൊന്നുമല്ല, ഈ പാറക്കുട്ടിയുടെ സമ്മതത്തോടെ തന്നെയാ. ഞങ്ങൾ തമ്മിൽ ഭയങ്കര ലവ്. പുല്ലേ വെട്ടി നുറുക്കണ ഇവനെ. വേണ്ടെന്നല്ലേ പറഞ്ഞത്? അയാൾ പറഞ്ഞത് ശരിയാ. ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാ. എന്റെ സമ്മതത്തോടു കൂടി തന്നെയാ അയാൾ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്. ഇനി എന്റെ വാക്ക് ധിക്കരിച്ച് ആർക്കെങ്കിലും അയാളെ കൊല്ലണമെന്നുണ്ടെങ്കിൽ കൊല്ല്. ചിരിക്കണ്ട.
ആ പെങ്കൊച്ചിന് അങ്ങനെ പറയാൻ തോന്നിയത് നിന്റെ ആയുസിന്റെ ബലം. അല്ലെങ്കിൽ 26 പീസായിട്ട് ചേമ്പലക്കകത്ത് പൊതിഞ്ഞേനെ. എടാ, അവൾ എന്റെ മോളായിരുന്നെങ്കിൽ നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടത്തില്ലായിരുന്നു. അപ്പാ, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുന്നു. അപ്പൊ ഞങ്ങളുടെ അപ്പന അതാ തേവരുടെ അപ്പന. എടാ, നീ എന്തൊക്കെ പറഞ്ഞാലും ആ പെങ്കൊച്ചിന്റെ കഴുത്തിൽ കൊണ്ടുപോയി കൊലക്കയറിട്ടത് പോക്കിരിത്തരമായി പോയി. എന്ത്? അതായത് സത്യേട്ടന് ഈ ഊമകളുടെ ഭാഷയിൽ പറയുന്നത് ആ പെൺകുട്ടിയുടെ കയ്യിൽ ഇരിപ്പിന് ഇതൊന്നും പോരാ എന്നാണ്. ഓക്കേ, നിർത്തറ മിണ്ടായില്ലട ഊമശാവമേ. സ്പീക്കർ കത്തിപ്പോട്ടും കിടന്ന് നിലവിളിക്കുകയാണ്. സൂക്ഷിക്കണം, ഇനിയിപ്പോ തേവർ അടങ്ങിയിരിക്കും തോന്നുന്നില്ല. അയ്യോ, അവന് കിട്ടിയതൊന്നും പോരാ. പണ്ട് ഇതുപോലെ തല്ലുകൊണ്ട് ചാവക്കാട് ആശുപത്രി ചോര തൂറി കിടന്ന പോലെ കിടന്നാലേ അവന് സമാധാനമാവും. ഞാൻ ചായ എടുക്കാം. ഓ, ഈ നേരത്തെ ചായ കുടിച്ചാ പിരിയും. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് സത്യേട്ടൻ ചോര തൂറി കിടന്ന കഥ. വിടറാ. അതാവേദേ മീശത്തേവര് വരുന്നുണ്ടടാ. ചങ്കുറപ്പുള്ള ആണുങ്ങളെ ഈ തേവർക്ക് ഇഷ്ടം തന്നെയാ. ഞാൻ ഈ മണ്ണിൽ വന്ന് എല്ലാം നേടിയതും ഇതേ ചങ്കുറപ്പ് കൊണ്ട് തന്നെയാ. ആരുടെ മുമ്പിൽ ഞാൻ ഇന്നേ വരെ തോറ്റു കൊടുത്തില്ല. ഇതൊരു തോൽവിയായിട്ട് ഞാൻ കാണുന്നുമില്ല. എൻ്റെ മോളുടെ ജീവിതം അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. അവള് ഒരു ജീവിതമില്ലാതെ നിൽക്കുന്ന കണ്ടിട്ടാ ഭ്രാന്ത് പോലെ ഞാൻ ഓരോന്ന് ചെയ്തു കൂട്ടിയത്. ഇപ്പോ അവളുടെ ഇഷ്ടത്തോടെ അവൾ ഒരാളെ കണ്ടെത്തുന്നെങ്കിൽ അതിലേറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാ. പക്ഷേ തേവരുടെ മകളുടെ വിവാഹം ഇങ്ങനെ നടന്നാ പോരാ. ഊരുമര്യാദയും ആചാരവും അനുസരിച്ച് ഒരു കോവിൽ തിരുവിഴ മാതിരി നാടറിഞ്ഞ് നടത്തണം. എൻ്റെ മകളുടെ മാത്രമല്ല, ഒപ്പം പണിക്കരുടെ മകളുടെ വിവാഹം. എന്താ പണിക്കരെ? എന്താ തോമൻ? എല്ലാ അണ്ണാച്ചിയുടെ ഇഷ്ടം. ഇപ്പോഴാ മനസ്സിനൊരു സമാധാനമായത്. അല്ല തോമനെങ്കിൽ ഈ കല്യാണങ്ങൾ ചടപടാന്ന് ധൃതി പിടിച്ച് നടത്തണോ? എന്താടാ? അല്ല, ഈ ശിവേട്ടനും സത്യേട്ടനും കല്യാണത്തിനുള്ള പ്രായമായോന്നൊരു സംശയം. എടാ, സൂപ്പർ ലോട്ടോ അടിച്ചിട്ട് നിന്റെ മുഖത്ത് എന്താടാ ഒരു കൊന്തളിപ്പ്? തേവരുടെ മകളെ അപ്പം തന്നെ അങ്ങോട്ട് കിട്ടിയാൽ മതി. അല്ല എടാ, അല്ല മകനാലോചിച്ച പെണ്ണിനെ അപ്പം കിട്ടുമോ നോക്ക് വെച്ചു. എന്താടാ ഈ പറയുന്നേ? സത്യേട്ടൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇനി ഒരു കല്യാണത്തിന് നിൽക്കണ്ട, ഈ സ്വത്തുക്കളും കൃഷിയെല്ലാം ഈ പാവം രാജാക്കണ്ണന് എഴുതി കൊടുത്തിട്ട് ആ തേവരെയും തെറി പറഞ്ഞ് നമുക്ക് നാടുവിടാന്ന്. ഓക്കേ? അയ്യോ, എല്ലാ പ്രശ്നങ്ങളും തീർന്നപ്പോ നിനക്കെന്താടാ ഒരു ഏട്ടന്തിരിപ്പ്? അപ്പൊ ആ തേവാർക്ക് പ്രാന്താണ്. അവള് പറഞ്ഞതും കേട്ട് ഇറങ്ങി തിരിച്ചിരിക്കണം ആ കോന്തൻ. അപ്പൊ അവിടെ മുമ്പിൽ കിടന്ന് ഞാൻ ചാകണ്ടെന്ന് കരുതി അവള് ചുമ്മാതെ പറഞ്ഞാണ്. അല്ലാതെ അവക്ക് എന്നോട് പ്രേമോ ഇല്ലൊരു പിണ്ണാക്കൂ. പിന്നെ എന്തിനാ പൂങ്കാവനത്തിന്റെ കഴുത്തിൽ താലി കെട്ടിയത് എന്ന്? ഓക്കേ? എടാ, കാണാൻ കൊള്ളാത്തൊരു കുരങ്ങുമാർക്ക് പെണ്ണാണെങ്കിൽ നീ താലി കെട്ടി വാശി തീർക്കുക ഇല്ല. 4 തെറി പറഞ്ഞ് അങ്ങാട്ട് വിടും, അല്ലെങ്കിൽ അവളെ ചപ്പക്കുറ്റി കിട്ടുന്ന പൊട്ടിക്കും. വേറെ ആൾക്കാർ നിന്നെ കൊല്ലാൻ വന്നപ്പോ നീ അവിടെ കിടന്ന് ചാകട്ടെ എന്ന് വേണേ നമുക്ക് വിചാരിക്കായിരുന്നു. പക്ഷെ അവള് വിചാരിച്ച ഇല്ല. അതിന്റെയൊക്കെ അർത്ഥം എന്താണ്? എടാ പിശാശേ, നീയും ശരിയല്ല, അവളും ശരിയല്ല. ചങ്കിലെ സ്നേഹം പുറത്തെറിഞ്ഞ മാനക്കെടാന്ന് വിചാരിക്കുന്ന 2 ശവങ്ങള്. അപ്പൊ അവളൊരു വിളഞ്ഞ വിത്താണ്. അവിടെ മനസ്സിൽ അവൾ എന്താണ് കണക്കൂട്ടി വെച്ചിരിക്കുന്നത് ആർക്കും പറയാൻ പറ്റിയല്ല. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, നടക്കുകയെന്ന് പറഞ്ഞാൽ നടക്കുകയല്ല. ഒന്ന് പോടാ. ചേട്ടൻ പറയുന്നത് പരിഭാഷ വേണ്ടേ? മകനെ, ഈ അപ്പന് പഠിപ്പ് കുറവാണ്. അപ്പൻ 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ.
എന്നേക്കാ വിവരവും വിദ്യാഭ്യാസം നിനക്കുണ്ട്. നീ 5ാം ക്ലാസ് പാസ്സായവനാ. നിന്നെ ഉപദേശിക്കാൻ അപ്പനാളല്ല. ഇത്രയും കാലം കള്ളു കുടിച്ചിട്ടും കല്ലുപൊളിരിക്കുന്ന എൻ്റെ കരട് നിങ്ങളിൽ ഒരുത്തിൻ്റെ കണ്ണ് നിറയുന്നത് കണ്ട ഒടിഞ്ഞു പോവും മക്കളെ. പണിക്കരുടെ മോളെ അവൻ ഒത്തിരി ആശിച്ചു പോയതാ. നീയായിട്ട് എന്നെ തടസ്സം നിൽക്കരുത്. നിന്റെ കല്യാണത്തിന് നീ സമ്മതിക്കുകയാണ് എല്ലാ പ്രശ്നങ്ങളും തീരും.